ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സമഗ്രയുടെ തന്നെ സെക്കൻഡ് ടേമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുള്ളതെന്നും അവയുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ചുവടെയുള്ള പട്ടികയിൽ നിന്ന് ചതുരങ്ങളുടെ ഉയരം, നീളം, അവ തമ്മിലുള്ള അംശബന്ധം എന്നിവയിൽ 2 എണ്ണം തന്നിട്ടുണ്ട്. മൂന്നാമത്തേത് കണ്ടുപിടിച്ച് പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉയരം, നീളം, അംശബന്ധം ചിലത് തന്നിട്ടുണ്ട്, ചിലത് മിസ്സിംഗ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാമത്തെ ഉയരം എന്ന് പറയുന്നത് 5 ആണ്, നീളം എന്ന് പറയുന്നത് 10 ആണല്ലേ, അഥവാ 5/10 ആണെന്ന് പറയാം. ഓക്കെ, എന്ത് പറയാം, നമുക്ക് 5/10 ആണ്. ഇനി 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 5 ആണ് 5 എന്ന് പറയുന്നത് അല്ലേ. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 5 ആണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന 5നെ നമ്മൾ വെട്ടിക്കളയുക, അപ്പോൾ 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ 1:2 എന്നുള്ളതാണ്. ഓക്കെ, 1:2. രണ്ടാമത്തത് നോക്കൂ, ഉയരം തന്നിട്ടുണ്ട് 6 ആണെന്ന്, അംശബന്ധം എന്ന് പറയുന്നത് 3:2 ആണെന്നാണ് തന്നിട്ടുള്ളത്. അഥവാ ഇവിടെ 6 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അല്ലേ, ഉയരം 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നീളം എന്ന് പറയുന്ന ഇത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടില്ല അല്ലേ, പക്ഷേ ഇത് എന്തിന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്? 3/2 തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കും? എക്സ് = എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ എക്സിനെ ഈ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 2 × 2 എന്ന് പറയുന്നത് 4 എന്നിലേക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 ആണ് നീളം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇവിടെ 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് 3നോട് എത്ര ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുന്നത്? 3ൻ്റെ കൂടെ 2 ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് ഗുണിക്കുമ്പോഴാണ്, ഈ 2 ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2 ഗുണിച്ചിട്ട് 4 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നീളം മാത്രമേ തന്നിട്ടുള്ളൂ, അംശബന്ധവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, = 1/2 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെത്തിച്ചേരണം? ഈ 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് 1ൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്തതാവും? 2 മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ 1 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ ബി ചോദ്യം, ഒരു പഞ്ചായത്തിലെ 1ാം വാർഡിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം 11:10 എന്ന അംശബന്ധത്തിലാണ്. ഇവിടെ 1793 സ്ത്രീകളാണുള്ളത്. പുരുഷന്മാരുടെ എണ്ണം എത്ര? സ്ത്രീകളും പുരുഷന്മാരും കൂടി ആകെ എത്ര പേരുണ്ട് എന്നൊന്ന് കണക്കാക്കണം. അപ്പോൾ ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 തന്നിട്ടുണ്ട് അല്ലേ. ഏതാ തന്നിട്ടുള്ളത്? സ്ത്രീകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 1793 ആണെന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 11:10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 11-ൽ ഇവിടെ സ്ത്രീകളുടെ എണ്ണമാണ് പുരുഷന്മാരുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ പുരുഷന്മാരുടെ എണ്ണം = എന്ത് ചെയ്താൽ മതി? ഈ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 1793 ആണ്. 1793 എന്ന് പറയുന്നത് 11 ഭാഗങ്ങളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ 1791-നെ 11 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 163 എന്ന് കിട്ടും. ഈ 163 എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ ഒരു ഭാഗമാണ്, അതോ 10-ലെ ഒരു ഭാഗമാണ് 163 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരുടെ ആകെ എണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 163-നെ ഈ ഈസ്റ്റുമായിട്ടുള്ള 10 അംശമായിട്ടുള്ള 10 കൊണ്ട് നമ്മൾ ഗുണിച്ചു നോക്കുക. എത്ര കിട്ടും? 1630 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ആകെ പുരുഷന്മാരുടെ കൂടി ആകെ ഉള്ളത്, ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആകെ എന്ന് പറയുന്നത് 1630 + 1793 ആണല്ലേ. രണ്ടും കൂടെ നമ്മളിന്ന് കൂട്ടി നോക്കുക, എത്ര കിട്ടും? 3423 എന്നുള്ളത് കിട്ടും. അപ്പോൾ ആകെ 3423 പേരാണ് ഉള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഇതുപോലെ തന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ 11 ഭാഗമാണ് 1793 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
11 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു ഭാഗം കിട്ടും. ഒരു ഭാഗം എന്ന് പറയുന്നത് 163 അപ്പോൾ ഇപ്പോൾ ആകെ എത്ര ഭാഗങ്ങളാണുള്ളത്? അതിലെ 11 ഭാഗം സ്ത്രീകളും ബാക്കിയുള്ളത് 10 ഭാഗം എന്ന് പറയുന്നത് പുരുഷന്മാരുമാണ്. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 163 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 163 10 ഭാഗമായിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പുരുഷന്മാരുടെ എണ്ണം കിട്ടും. അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്കാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ബീജഗണിത ഭാഷയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഏതു സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഏതൊരു സംഖ്യ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 0 കിട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. ആ സംഖ്യ ഏതാണ്? എക്സ് എന്നുള്ള സംഖ്യ തന്നെ കിട്ടും അല്ലേ? ഇപ്പോൾ ഇവിടെ 10 ആണ്. 10ൻ്റെ കൂടെ 0 കൂട്ടി കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടും? 10 തന്നെ കിട്ടും. ഇനി 100 ആണെങ്കിൽ ഏത് സംഖ്യ എടുത്താലും അതിൻ്റെ കൂടെ 0 കൂട്ടി കഴിഞ്ഞാൽ എക്സ് എന്നുള്ളത് കിട്ടും. ഇത് നമ്മൾ ബീജഗണിത രൂപത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എക്സ് പ്ലസ് 0 സമം എക്സ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്നും 2 കുറച്ചാൽ അതേ സംഖ്യ കിട്ടും എന്നാണ് പറയുന്നത്. ഏതൊരു സംഖ്യ, എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ അതിൻ്റെ 3 മടങ്ങ് അഥവാ 3x ആയിട്ട് മാറിയല്ലേ, അതിൽ നിന്നും എന്ത് കുറക്കുകയാണ്? 2x കുറക്കുകയാണ്. അപ്പോൾ കിട്ടുന്നത് എന്താണ്? അതേ സംഖ്യ തന്നെയാണ്. സംഖ്യ ഏതാണ്? എക്സ് ആണ്. അപ്പോൾ 3x - 2x = എക്സ് എന്നുള്ളത് വരും. ഇനി ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടി ഏതൊരു സംഖ്യ എടുക്കുകയാണ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു സംഖ്യ നമ്മൾ കൂട്ടുകയാണ്, y എന്ന് പറയുന്ന സംഖ്യ കൂട്ടി. ഇനി കൂട്ടിയ സംഖ്യ കുറച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും. കൂട്ടിയ സംഖ്യ ഈ 2 സംഖ്യയും കൂടെ കൂട്ടിയിട്ട് ഒരു സംഖ്യ കുറക്കുകയാണ്, അതേ സംഖ്യ കുറക്കുകയാണ്. ഏത് സംഖ്യയാണ്? മറ്റൊരു സംഖ്യയായിട്ടുള്ള y നമ്മൾ കുറക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ സംഖ്യ തന്നെ കിട്ടും. ഏത് സംഖ്യ? എക്സ് എന്ന് പറയുന്ന സംഖ്യ തന്നെ കിട്ടും. അഥവാ x + y - y എന്ന് പറയുന്നത് എക്സ് ആണെന്നാണ് പറയുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവ എളുപ്പമാർഗം ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 3.5 + 5.75 + 2.1/4 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്കറിയാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് 3.5 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. 3 1/2 പ്ലസ് എന്താണ് ഇവിടെ ഉള്ളത്? 5 3/4 ആണല്ലേ? ഈ 5 3/4 എന്നുള്ളത് 4നെ നമ്മൾ 2 കൊണ്ട് കുറക്കുക. അപ്പോൾ 5നും 3 കൂടി കുറച്ച് നോക്കൂ. 5ൽ നിന്നും 5ഉം 2ഉം കൂടി കുറച്ച് നോക്കൂ. 5ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കിയുള്ളത് എത്രയാണ്? 3 ആണ് അല്ലേ? ഇനി ഇവിടെ ഉള്ളത് 3/4 ആണ്. 3/4 നിന്നും 1/4 കുറക്കുകയാണ്. അഥവാ 3/4 നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടാവുക? അരയായിട്ടുള്ള 1/2 ആണ് ഉണ്ടാവുക. ഇനി ഇപ്പം എന്താ ഉള്ളത്? 3.5യും 3.5യും ആണുള്ളത് അല്ലേ? 3ഉം 3ഉം എത്രയാണ്? 6 ആണ്. അരയും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. അഥവാ 7 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് 19 കുറക്കണം 6.5 + 2.5 അഥവാ 19 കുറക്കണം 6.5 + 2.5 ആണ് അല്ലേ? ഇത് നമുക്കൊന്ന് കുറച്ച് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കുറക്കാം? 19 ആയിട്ട് തന്നെ നിർത്താം അല്ലേ? എന്നിട്ട് നമ്മൾ ഈ ദശാംശ സംഖ്യകളെ ആദ്യം തന്നെ കുറച്ച് നോക്കുക. അപ്പോൾ 6.5 നിന്നും 2.5 കുറക്കുക. 5 നിന്നും 5 കുറച്ചാൽ 0, 6 നിന്ന് 2 കുറച്ചാൽ 4. അഥവാ ഉത്തരം എന്ന് പറയുന്നത് 4 കിട്ടും അല്ലേ? അപ്പോൾ 19 നിന്ന് നമ്മൾ എന്ത് കുറക്കണം? 4 കുറക്കണം 15 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 40, 54 2 ഘടകങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 40ൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാം. 40നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 20 കിട്ടും. 20നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കിട്ടും. 10നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 5 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ 5നെ 1 കൊണ്ട് മാത്രമേ നമുക്ക് 1 മാത്രമേ ഹരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി 54 നോക്കുകയാണെങ്കിൽ 54 നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 27 കിട്ടും. 27നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. 9 കിട്ടും. 9നെ 3 കൊണ്ട് ഹരിക്കുക. 3 തവണ അതും പോവും. ഇനി നമുക്കിവിടെ എഴുതി കൊടുക്കാം. 40 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 എത്ര പ്രാവശ്യം ഉള്ളത്? 3 പ്രാവശ്യമാണ് അല്ലേ? അപ്പോൾ 2⁻³ എന്നാണ്. 2⁻³ × 5⁻1 ആണ് അല്ലേ? ഇനി ഇതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 2ലെ 3 എന്ന് പറയുന്നത് 3യുടെ കൂടെ നമ്മൾ 1ഉം കൂടെ ആഡ് ചെയ്യുക. 3 + 1 അതുപോലെ തന്നെ 1 +
1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ. 4 × 2 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. ഇനി അടുത്തത് 54 ആണല്ലേ. 54ൽ 2 എത്ര പ്രാവശ്യം? 2 റൈസ്ഡ് 1 ആണുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 3 ആണ്. 3 റൈസ്ഡ് 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 1 ആണ്. 1 + 1 ഇൻറ്റു എന്ത് വരും? 3 + 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? 8 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്തു. ഇനി ചുവടെയുള്ള സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകവും മറ്റു പൊതുഘടകങ്ങളും കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള സംഖ്യകൾ 225ഉം 275ഉമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ രണ്ട് സംഖ്യകളെയും നമ്മൾ ഘടകങ്ങളാക്കി മാറ്റണം അല്ലേ. അപ്പോൾ 225 എന്ന് പറയുന്നത് 5ൽ എത്ര പ്രാവശ്യം പോവും? 5ൽ 20 4 പ്രാവശ്യം, ബാക്കി 2 25ൽ 5 പ്രാവശ്യം 45. വീണ്ടും 5 കൊണ്ട് ഹരിക്കുമ്പോൾ 9 കിട്ടും. 9 3 കൊണ്ട് ഹരിക്കുക. ഇനി അടുത്തത് ഏതാണ്? 275 ആണല്ലേ. 275 5 കൊണ്ട് ഹരിക്കുമ്പോൾ 55 കിട്ടും. 55 5 കൊണ്ട് ഹരിക്കുമ്പോൾ 11 കിട്ടും. 11 പ്രൈം നമ്പറാണ്. അപ്പോൾ അത് 11 കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 225 എന്ന് പറയുന്നത് എന്താണ്? 225 എന്ന് പറയുന്നത് 5 എത്ര? 5ൻ്റെ 2 റൈസ്ഡ് ആണല്ലേ. 5 2 സ്ക്വയർ ആണ്. അപ്പോൾ 5 റൈസ്ഡ് 2 ഇൻറ്റു അതുപോലെ തന്നെ 3 റൈസ്ഡ് 2. ഇനി 275 എന്ന് പറയുന്നത് 5 റൈസ്ഡ് 2 ഇൻറ്റു 11 റൈസ്ഡ് 1 എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത് ഏതാണ്? ഇതാണല്ലേ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. 5² അല്ലെങ്കിൽ 5 റൈസ്ഡ് 2 എന്ന് പറയുന്നതാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 5 റൈസ്ഡ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 5 ആണ്, അഥവാ 25 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് മറ്റു ഘടകങ്ങൾ അല്ലേ, അത് മറ്റുള്ളത് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളത് ഏതൊക്കെയാണ്? നമുക്കറിയാം 25ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 1 വരും, അതുപോലെ തന്നെ 1 25 വരും, അതുപോലെ തന്നെ 5ഉം വരും. അപ്പോൾ ഈ 3 നമ്പേഴ്സാണ് അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, പൊതുഘടകങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് 5ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് കണക്കാക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പരപ്പളവ് നമുക്ക് നോക്കാം. പരപ്പളവ് എന്ന് പറയുന്നത് പരപ്പളവ് സമം എന്താണ്? 1/2 × BH ആണല്ലേ, അഥവാ ഹൈറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ കിട്ടണം? അതിൻ്റെ ബ്രെഡ്ത്തും കൂടെ നമുക്ക് കിട്ടണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തെന്ന് പറയുന്നത് ബിയും എച്ചും തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? ബി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കണക്കാക്കിയാൽ മതി? 1/2 × 6 × 3 കണക്കാക്കിയാൽ മതി അല്ലേ. അപ്പോൾ 6 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണല്ലേ. അപ്പോൾ 1/2 × 18 എന്ന് വരും. ഇനി നമുക്ക് ഇത് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 9 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. ഇനി ഇതിൻ്റെയാണ് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെയാണ് കാണാൻ പോകുന്നത്. ഇവിടെ എങ്ങനെയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 × 3/2 ചെയ്താൽ മതി. 1/2നെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ 2 കണ്ടാലും കുഴപ്പമില്ല. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 12/2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 9 സെൻറ്റിമീറ്ററും ഇത് 6 സെൻറ്റിമീറ്ററുമാണ്. ഇനി രണ്ട് വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര മീറ്ററും ആയ എത്ര വ്യത്യസ്ത ത്രികോണം വരയ്ക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണല്ലേ. അപ്പോൾ 6ഉം 8ഉം കൂടെ എടുത്തിട്ട് നമുക്ക് 4 സ്ക്വയേഴ്സ് 4 ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. 4 ത്രികോണം നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.